ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം 4-ാം ഞായർ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം മത്തായി 1-ാം അധ്യായം 18 മുതൽ 24 വരെ വാക്യങ്ങൾ. യേശുവിൻ്റെ ജനനത്തെ സംബന്ധിക്കുന്ന വിവരണമാണ് മത്തായി ഇവിടെ വിശദീകരിക്കുന്നത്. അക്കാലത്ത് യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് വിവാഹ ചടങ്ങുകൾക്ക് 2 സുപ്രധാന ഘട്ടങ്ങൾ നിലനിന്നിരുന്നു. അതിലൊന്ന് വിവാഹ നിശ്ചയം ആയിരുന്നു. വിവാഹ നിശ്ചയത്തിന് ശേഷം 1 വർഷത്തിനുള്ളിൽ നടക്കേണ്ടതാണ് 2-ാം ഘട്ടമായ വിവാഹം. സുവിശേഷ വിവരണ പ്രകാരം മറിയവും ജോസഫും അപ്രകാരം വിവാഹത്തിന്റെ പ്രഥമ ഘട്ടമായ മനസ്സമ്മതം പൂർത്തിയാക്കിയവരായിരുന്നു. എന്നാൽ 2-ാം ഘട്ടമായ വിവാഹം നടന്നിരുന്നതുമില്ല. വിവാഹകർമ്മത്തിലെ പരമപ്രധാനമായ ഘട്ടം ആദ്യത്തേതാണ്. കാരണം വിവാഹ നിശ്ചയം നടക്കുന്നതോടുകൂടി വിവാഹത്തിന് നിയമസാധുത കൈവരുകയാണ്. ആയതിനാൽ 1-ാം ഘട്ടം നിയമാനുസൃതവും സാധുവുമാണ്. വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടവർ വിവാഹാനന്തര ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ധാർമ്മികതയും വിശ്വസ്തതയും പുലർത്തേണ്ടവരാണ്. അതായത് വിവാഹ നിശ്ചയത്തോടെ വധു ഭാര്യയായി വിലമതിക്കപ്പെട്ടിരുന്നു. ആയതിനാൽ വിവാഹ നിശ്ചയത്തിന് ശേഷം ബന്ധം വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവർ വിവാഹിതരായവരുടേതുപോലെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും നേരിടേണ്ടി വരും. കൂടാതെ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടവർ ദമ്പതികൾ കാത്തുസൂക്ഷിക്കേണ്ട വിശ്വസ്തതയും വിശുദ്ധിയും പാലിക്കുവാൻ ബാധ്യസ്ഥരായിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ അമൂല്യത പ്രതിപാദിക്കുന്നതാണ് നിയമാവർത്തന പുസ്തകത്തിലെ നിയമം. അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. 22-23. വിവാഹ ഉടമ്പടിക്ക് ഇത്രയേറെ അമൂല്യത കൈവരുന്നതിന് കാരണമായി നിലകൊള്ളുന്നത് വിവാഹത്തെ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയായി താരതമ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഹോസിയ 2-ാം അധ്യായം. മറിയവും ജോസഫും വിവാഹ നിശ്ചയ ഘട്ടം പൂർത്തീകരിച്ചവരായിരുന്നതുകൊണ്ട് ദാമ്പത്തിക വിശ്വസ്തത കാത്തുസൂക്ഷിക്കുവാൻ കടപ്പെട്ടവരായിരുന്നു. വിവാഹം എന്ന 2-ാം ഘട്ടം പൂർത്തിയാകുന്നതിന് മുൻപ്, അതായത് വരന്റെ ഭവനത്തിലേക്കുള്ള വധുവിന്റെ പ്രവേശനത്തിന് മുൻപ് മറിയം ഗർഭിണിയായി തീരുന്നു. വിവാഹത്തിന് മുൻപുള്ള ഗർഭധാരണം വിവാഹ ഉടമ്പടിയുടെ ലംഘനവും ദാമ്പത്തിക ബന്ധത്തിലെ അവിശ്വസ്തതയുമാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ നിയമം. വിവാഹത്തിന് മുൻപ് മറിയം ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുന്ന ജോസഫ് മറിയത്തെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. നീതിമാൻ ആയതിനാലാണ് ജോസഫ് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുന്നത്. നീതിമാൻ എന്നാൽ ധർമ്മിഷ്ഠൻ, നിയമങ്ങളെ ആദരിക്കുന്നവൻ, നിയമങ്ങളെ അനുസരിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ദൈവീക കൽപ്പനകളെ സമ്പൂർണമായി അനുസരിക്കുന്നവൻ എന്ന നിലയിൽ 4 പ്രാവശ്യം യേശുവിൻ്റെ ബാല്യകാല വിവരണങ്ങളിൽ മത്തായി സുവിശേഷകൻ ജോസഫിനെ അവതരിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 24 ഉദാഹരണമായി കാണുക. ആയതിനാൽ നിയമാനുസൃതം പ്രവർത്തിക്കുന്നവൻ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്നത് നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ് ജോസഫ് നീതിമാൻ ആണെന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നിയമാനുസൃതം മറിയത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുവാൻ ജോസഫിന് കഴിയുമായിരുന്നെങ്കിലും
അവളെ അപമാനിതയാക്കുവാനോ ആക്ഷേപിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. അതായത് മറിയത്തിന് ആക്ഷേപകരമാകാത്ത വിധം അവളോട് കരുണ കാണിക്കുവാൻ ജോസഫ് തീരുമാനിക്കുന്നു. അപ്രകാരം നിയമം അനുസരിക്കുന്നവനായിരുന്നിട്ടും, അതായത് നീതിമാനായിരുന്നിട്ടും, മറിയത്തോട് പരിഗണനയും കരുണയും കാട്ടുന്നതിൽ ജോസഫ് തൽപരനാകുന്നു. മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ദൈവദൂതൻ ജോസഫിനോട് ഇടപെടുകയാണ്. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാനും ശിശുവിൻ്റെ പ്രകൃത്യാതീതമായ ജനന രഹസ്യം അംഗീകരിക്കുവാനും ശിശുവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുവാനും ദൈവദൂതൻ ജോസഫിനോട് കൽപ്പിക്കുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയെന്നാൽ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിവാഹത്തിന്റെ 2ാം ഘട്ടം പൂർത്തിയാക്കുക എന്നതാണ്. ശിശുവിൻ്റെ പ്രകൃത്യാതീത ജനനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറിയം പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന സത്യമാണ്. ശിശുവിൻ്റെ സംരക്ഷകനായി തീരുക എന്നാൽ പിറക്കാനിരിക്കുന്ന ശിശുവിൻ്റെ നിയമാനുസൃത പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ്. തുടർന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് നൽകപ്പെടേണ്ട നാമം ദൂതൻ ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവം രക്ഷയാകുന്നു അഥവാ കർത്താവ് രക്ഷിക്കുന്നു, യഹോശുവ എന്ന് അർത്ഥം വരുന്ന യേശു എന്ന നാമമാണ് നൽകുന്നത്. രക്ഷകനായ ക്രിസ്തു ചെയ്യാനിരിക്കുന്ന ദൗത്യത്തെ യേശു എന്ന പേര് സൂചിപ്പിക്കുന്നു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. 1-ാം അധ്യായം 21-ാം വാക്യം. ദൈവത്തിന് മാത്രമേ പാപമോചന അധികാരമുള്ളൂ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഇതിനാലാണ് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലാണ് ജനിക്കാൻ പോകുന്ന ശിശുവെന്ന് 800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെച്ച ഇമ്മാനുവേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണമെന്നോണം ദൈവദൂതൻ വെളിപ്പെടുത്തുന്നത്. ദർശനത്തിലൂടെ തനിക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ ജോസഫ് അനുസരിക്കുന്നു. ഇതിലൂടെ ജോസഫ് പരിപൂർണ നീതിമാനായി പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം തികച്ചും ദൈവിക പദ്ധതിയാണ്. ദൈവിക ശക്തിയാൽ മാത്രമാണ് ദൈവപുത്രന്റെ ജനനം സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ സംഭവത്തിന്റെ ഉത്ഭവ ശക്തി. ദൈവപുത്രനായ യേശു രക്ഷകനും നമ്മോടൊത്ത് വസിക്കുന്നവനുമാണെന്ന സത്യം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നു. ഈ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മനുഷ്യർ ഉപകരണങ്ങളായി തീർന്നിട്ടുണ്ട്. മറിയവും ജോസഫും തങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകളെ പൂർണ്ണമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. സൃഷ്ടികർത്താവിനോടുള്ള സൃഷ്ടിയുടെ സഹകരണമാണ് ദൈവപുത്രന്റെ ജനനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ അവസാനിക്കുന്നില്ല, അതിന്നും തുടരുന്നു. ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുക എന്നതാണ് നമ്മുടെയും ദൗത്യം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.